അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ പുതിയൊരു സൂറത്തിലേക്ക് പോവുകയാണ്. ഇന്ന് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സഹോദരി രേഷ്മയുടെ പിതാവാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട തോട്ടത്തിൽ റഷീദ് ഖാൻ. റഷീദ് ഖാന്റെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പല മീഡിയകളിലും. കോഴിക്കോട്ടെ സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ഇങ്ങനെ ഏറെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വം എന്ന നിലക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാവിധ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മെയും അവരെയും ഒക്കെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് നമുക്ക് ആദ്യമായി പ്രാർത്ഥിക്കാം. ആരുടെയൊക്കെ പ്രാർത്ഥനകളാണ് എവിടെയൊക്കെയാണ് ഫലം ചെയ്യുക എന്നറിയില്ലല്ലോ. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ഒരു നല്ല ദിവസത്തിൽ ഒരു നല്ല തുടക്കത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ എന്ന നിലക്ക് ഏറെ സന്തോഷമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ പഠനം എന്നുള്ളത്. സൂറത്തു സജദ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. നാം പറഞ്ഞതിൽ നിന്ന് അധിക സമയം കാലമൊന്നും നീണ്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശേഷം നമ്മൾ പരീക്ഷ നടത്തി. പരീക്ഷയിൽ നമ്മൾ സാധാരണ ക്ലാസ്സിൽ പങ്കെടുക്കാറുള്ള ആളുകൾ എല്ലാവരും തന്നെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തു, നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകളുടേത് മുകളിൽ വന്ന ആളുകളുടേത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുർ റൂം, ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് സൂറത്തുർ റൂം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ പേരുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം അൽ ബഖറ, അൽ ഫീൽ എന്നൊക്കെ മൃഗങ്ങളുടെ, അന്നംലി, അന്നഹ്ല് എന്നൊക്കെ പറഞ്ഞ പേരുകളുണ്ട്. തേനീച്ച, ഉറുമ്പ് എന്നൊക്കെ പേര്, അൽ അങ്കബൂത്ത് എട്ടുകാലി. വേറൊരു അധ്യായം അൽ അൻആം എന്നാണ്, മൃഗങ്ങൾ എന്ന പേരിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ പ്രവാചകന്മാരുടെ പേര് ഹൂദ്, യൂനസ്, യൂസുഫ്, മുഹമ്മദ് എന്നൊക്കെ ഉള്ള പേരുകൾ. പിന്നീട് അൽ അംബിയ എന്ന പേരിലും ഒരു സൂറത്ത് കാണാം. പ്രവാചകന്മാർ എന്ന പേരിലുള്ള അധ്യായങ്ങൾ കാണാം. ഇവിടെ സൂറത്തുൽ ബലദ് എന്നൊരു രാജ്യം എന്നുള്ള പേരിലൊരു അധ്യായമുണ്ട്. എന്നാൽ ഒരുപാട് രാജ്യങ്ങളെ അങ്ങനെ പരിചയപ്പെടുത്തുന്ന, നേരത്തെ നമ്മൾ അൽ അംബിയ എന്ന് പറഞ്ഞ പ്രവാചകന്മാർ എന്ന് പറഞ്ഞപ്പോ ഹൂദ്, അതേപോലെ യൂനസ്, യൂസുഫ്, മുഹമ്മദ് എന്നൊക്കെ, ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ സൂറകളെ പോലെ ഒരുപാട് രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സൂറകൾ പരിശുദ്ധ ഖുർആനിലില്ല. എന്നാൽ ഇവിടെ സൂറത്തുർ റൂം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ, ഒരു സാമ്രാജ്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അധ്യായമാണ്. രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഭാഗത്ത് സൂറത്തുർ റൂമിന്റെ ആ ഒരു പേരിൽ തന്നെ അന്വർത്ഥമാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് വിശദീകരിക്കപ്പെടുന്നത് പോലെ റോമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. റോം എന്നും ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വത്തിക്കാൻ സിറ്റിയും അതേപോലെ ക്രിസ്ത്യാനികൾക്ക് അവിടെയുള്ള പങ്കും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പൊ ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന, വിശദീകരിക്കുന്ന, ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നു. ഇങ്ങനെ ഒരു പേര് നൽകപ്പെട്ട, ഇപ്പൊ സൂറത്ത് നാടിന്റെ പേര് പറഞ്ഞതാണ് എന്ന് തോന്നാവുന്ന മറ്റൊരു സൂറത്തുള്ളത് നിങ്ങൾക്കറിയാം, സൂറത്തുൽ അഹ്ഖാഫ് ആണ്. അഹ്ഖാഫ് എന്നത് ഒമാന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അഹ്ഖാഫിന് മറ്റൊരർത്ഥം പൊടിപടലങ്ങൾ അടങ്ങിയ മരുപ്രദേശം എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശത്തിനും, ഒരു ചെറിയ പ്രദേശത്തിന് പറയുന്ന ഒരു പേരാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ വലിയൊരു രാജ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന അധ്യായം സൂറത്തുർ റൂമാണ്. നമ്മൾ അതിന്റെ സൂറത്തിലേക്ക് പോകുമ്പോൾ തന്നെ ആ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ആമുഖം വേറെ പറയേണ്ടതില്ല. സൂറത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ പറയാൻ പോകുന്ന ആദ്യത്തിലുള്ള കുറച്ച് ആയത്തുകളെ ചുറ്റിപ്പറ്റി കൊണ്ട് പിന്നെ അതിന് ഉപോത്ഫലകമായ കുറെ കാര്യങ്ങൾ കൂടെ പിന്നീട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്ലാന് എന്ന് പറയുന്നത് 4 മാസം കൊണ്ട് തീർക്കണമെന്നാണ്. നോമ്പിന്റെ മുമ്പ് നമുക്ക് 2 മാസമേ കിട്ടുള്ളൂ. ആ 2 മാസം കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ്. നോമ്പ് കഴിഞ്ഞ് നോമ്പിന് എല്ലാ രാജ്യക്കാർക്കും കൂടെ, ഇന്ത്യയിൽ നിന്നും അതേപോലെ കുവൈത്തിൽ നിന്നും സൗദിയിൽ നിന്നും UAE-യിൽ നിന്നും ബഹ്റൈനിൽ നിന്നും ഒക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു ടൈം നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് നോമ്പിന് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുടരേണ്ടി വരും. കുറച്ച് സ്പീഡാക്കിയാൽ, ഇത് കൂടുതൽ വിശദീകരണങ്ങൾ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ നമുക്ക് അതിനു മുമ്പ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഹിഫ്ളാക്കുന്ന ആളുകളോടുള്ള അഭ്യർത്ഥന, എല്ലാവരും ഹിഫ്ളാക്കണം. അതേപോലെ സൂറത്ത് സജദ ഹിഫ്ളാക്കി ഓതി അയച്ചു തന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും റഹ്മത്തും നൽകട്ടെ, പുണ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ സൂറത്തും നമ്മൾ അറിയാതെ തന്നെ നമ്മളിങ്ങനെ ഓതി പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഇത് കാണാതെ പഠിക്കാം. ഒരു 15 ആയത്ത് വെച്ച് പഠിക്കുക. ഒരു 15 ആയത്ത് ഓതി പഠിച്ചതിന് ശേഷം അത് നിങ്ങൾ തിരിച്ച് ഓതിത്തരിക. അങ്ങനെ പോയി കഴിഞ്ഞാൽ 4 തവണ നിങ്ങൾ ഈ സൂറത്ത് ഓതി കേൾപ്പിച്ച് തരുമ്പോൾ സൂറത്ത് പൂർണ്ണമായിട്ട് പഠിക്കാൻ സാധിക്കും. കാരണം 60 ആയത്താണുള്ളത്. ഇതാണ് സൂചിപ്പിക്കാനുള്ളത് പ്രാഥമികമായിട്ട്. ഏതായിരുന്നാലും എല്ലാവർക്കും ഈ ക്ലാസ്സിൽ എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകട്ടെ. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ, ലക്ഷ്യം വെച്ചതുപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ട് പിന്നെ നമുക്ക് ഈ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനും ഇത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും, അത് ജീവിതത്തിൽ എവിടെയൊക്കെയാണോ ഈ സൂറ കൊണ്ട് ഉണ്ടാകേണ്ട പാഠങ്ങൾ, ആ പാഠങ്ങൾ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ തുടരാം, എന്നിട്ട് സംശയങ്ങൾ ചോദിക്കുകയാകാം. ഏതായിരുന്നാൽ നമ്മുടെ സമയത്തിന് എന്നെ തീർക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുർ റൂം, അർ-റൂം. നമുക്ക് അതിലുള്ള ആയത്തുകൾ ആദ്യം ഒന്ന് കേൾക്കാം. 7 ആയത്തുകളാണ് നമ്മൾ ഇപ്പൊ ഓതി കേട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹ് യൻസുറു മൻ യശാഉ വഹുവൽ അസീസുർ റഹീം. 404-ാമത്തെ പേജിലാണ് ഈ സൂറത്തുള്ളത്. ഖുർആൻ എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് സൂറത്ത് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ. അലിഫ് ലാം മീം. അലിഫ് ലാം മീം 3 അക്ഷരങ്ങൾ. ഗുലിബത്തിർ റൂം, റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഗുലിബ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഗുലിബത്ത് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫി അദ്നൽ അർള് അടുത്ത നാട്ടിൽ വെച്ച്, അടുത്ത ഭൂമിയിൽ, അടുത്ത പ്രദേശത്ത് വെച്ച്. വഹും അവർ മിൻ ബഅദി ഗലബിഹിം അവരുടെ ഗലബിന് ശേഷം, പരാജയത്തിന് ശേഷം, സയഗ്ലിബൂൻ അവർ വിജയിക്കുന്നതാണ്. ഗുലിബത്ത് എന്ന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. ഗലബ് എന്ന് പറഞ്ഞ പരാജയം പറഞ്ഞു. പിന്നെ യഗ്ലീബ് എന്ന് പറഞ്ഞപ്പോ അത് വിജയാക്കിക്കുന്നു, ഓപ്പോസിറ്റ് ആയി മാറിയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നില്ലേ? ഗലബ പരാജയപ്പെട്ടു, അത് ജയിച്ചു. ഇവിടെ വന്നപ്പോ യഗ്ലിബു എന്ന് പറഞ്ഞപ്പോ വിജയിച്ചു. അപ്പൊ 2 അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദാണ്. നമുക്ക് ഇതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഫി ബിദ്ഇ സിനീൻ, വിജയം നേടുന്ന എപ്പോഴാ? ഫി ബിദ്ഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. ബിദ്ഇൻ ഏതാനും. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു, അള്ളാഹുവിനാണ് കാര്യങ്ങൾ മുന്നെയും പിന്നെയും. നേരത്തെയും പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെതാണ് കാര്യം. വയോമൈദിൻ അന്ന്, എന്ന് ആ വിജയം വരുന്ന നാളുകളിൽ. യഫ്റഹുൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ വിജയിക്കുന്നതാണ്. ഇവിടെ ആരുടെ കാര്യ പറഞ്ഞത്? റോമക്കാരുടെ കാര്യ പറഞ്ഞ. അവർ പരാജയപ്പെട്ടു. ആരോടാ പരാജയപ്പെട്ടത്? അത് പറഞ്ഞില്ല. പരാജയപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും വിജയിക്കുന്ന ഒരു കക്ഷി ഉണ്ടാവുമല്ലോ, അവരെ നമ്മൾ പരിചയപ്പെടണം. ഇൻഷാ അല്ലാഹ് പരിചയപ്പെടാം.
പിന്നീട് വന്നത് ആയത്തിന്റെ അവസാനത്തിലേക്ക് 4-ാമത്തെ ആയത്തിന്റെ വന്നപ്പോ നമ്മൾ കണ്ടത് വിശ്വാസികൾ അന്ന് സന്തോഷിക്കുന്നതാണ്, സന്തുഷ്ടരാകുന്നതാണ്. എന്താ അപ്പൊ വിശ്വാസികൾക്ക് അങ്ങനെ സന്തുഷ്ടരാകാനുള്ള കാരണം എന്തായിരിക്കും അതിൻ്റെത്? അത് നമുക്ക് പരിശോധിക്കാം. ഒന്നുകൂടെ കേൾക്കണോ? ആയത്തുകൾ ഒന്നുകൂടെ കേൾക്കാം. ഓക്കെ, നമുക്ക് അർത്ഥം നോക്കാം. ഗുലിബ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഗുലിബത്ത് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അറൂമിനെ സ്ത്രീലിംഗ് ആയിട്ട് ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞത്. ഫി അതിനല്ലാറില് അടുത്ത നാട്ടിൽ, ഒലബിഹിം തങ്ങളുടെ പരാജയം, സയഗ്ലിബൂൻ അവർ വിജയം നേടുന്നതാണ്, പിന്നീട് വിജയം നേടുന്നതാണ്. പിന്നീട്, ബിലുൻ ഏതാനും, സിനീന വർഷങ്ങൾ, സനത്തുൻ വർഷം, സിനീന വർഷങ്ങൾ. ലില്ലാഹിൽ അംർ അള്ളാഹുവിനാണ് കാര്യങ്ങളുടെ തീരുമാനം. അൽ അംർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്ന് പറയാ, അൽ അംർ എന്ന് പറഞ്ഞാൽ തീരുമാനം എന്ന് പറയാ, അൽ അംർ എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നറിയാം. കാര്യങ്ങളുടെ തീരുമാനം, ലില്ലാഹിൽ അംർ കാര്യങ്ങളുടെ തീരുമാനം. മിൻ ഖബ്ലു വമിൻ ബഅദു മുമ്പും പിമ്പും. യൗമൈദിൻ അന്നേ ദിവസം, കുറെ പ്രാവശ്യം വരുന്നാണല്ലോ ഖുർആനിലെ. യഫ്റഹു സന്തുഷ്ടരാകുന്നതാണ്, ഫറഹില്ല അഫ്രാഹ്, അഫ്രാഹ് എന്ന് പറഞ്ഞ കല്യാണം എന്നല്ലേ. യഫ്റഹു സന്തുഷ്ടരാകുന്നതാണ്. ഓക്കെ, ഇതിൽ അലിഫ് ലാം മീം അതാണ് തുടങ്ങുന്നത്. അലിഫ് ലാം മീം ഇത് നമ്മളെ സജദയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാ പറയാ എന്തിന്? തുടക്കത്തിൽ വരുന്ന ഈ കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ ആ അക്ഷരങ്ങൾക്ക് പറയുന്നത് ഈ മുഖത്തഅ എന്നാണ്. അത് അലിഫ് ലാം മീം, അലിഫ് ലാം മീം സ്വാദ് എന്നൊക്കെ പറയാൻ കണ്ടില്ലേ, എഴുതി കാണിച്ചിട്ടുണ്ട്. നോക്കുക, നിങ്ങൾ എന്റെ കൂടെ വേണേ, പുറത്തു പോകരുത്, അടുക്കളയിൽ പോകരുത്, എന്റെ കൂടെ തന്നെ വേണം. ഈ ഭാഗങ്ങളാണ് അലിഫ് ലാം മീം, അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം റാ, അലിഫ് ലാം മീം റാ എന്നൊക്കെ തുടങ്ങിയ പിന്നെ അക്ഷരങ്ങളിലാണ് തുടങ്ങിയിട്ടുള്ളത് ഈ സൂറത്തുകൾ, ചില സൂറത്തുകൾ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ എത്ര സൂറത്ത് തുടങ്ങിയിട്ടുണ്ട്? എത്ര സൂറത്തുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്? 29 സൂറത്തുകളാണ് ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. അലിഫ് ലാം മീം എന്ന ഈ 3 അക്ഷരം കൊണ്ട് മാത്രം തുടങ്ങുന്ന സൂറത്തുകൾ അൽ ബഖറ ഉണ്ട്, അൽ ഇംറാൻ ഉണ്ട്, അൽ അൻകബൂത്ത് ഉണ്ട്, അതുപോലെ അർ റൂം ഉണ്ട്, ലുഖ്മാൻ ഉണ്ട്, വസ്സജദ ഉണ്ട്. ഈ 2 സൂറ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അർ റൂമിലേക്കാണ്, സൂറത്തുൽ റൂമിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ബാക്കി അതിൽ 3 സൂറകളാണ് ബാക്കിയുള്ളത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് ആണ് ഞാൻ അടിയിൽ എഴുതി കാണിച്ചിരിക്കുന്ന അലിഫ്, ലാബ്, മീം, സ്വാദ്, റാ, കാഫ്, ഹാ, യാ, ഐന് എന്നൊക്കെ പറയുന്ന 14 അക്ഷരങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ 14 അക്ഷരങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അള്ളാഹു ഉപയോഗിച്ചതായി കാണാം. ഖുർആനിലുള്ളത്, ഖുർആനിൽ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, ശാസ്ത്ര ലോകത്തിന്റെ മുമ്പിൽ അജയ്യമായി നിൽക്കുന്നത്, എല്ലാവിധ സാഹിത്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട്, എല്ലാവിധ സാഹിത്യങ്ങളെയും അതിജയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള അക്ഷരങ്ങൾ കൂട്ടിഘടിപ്പിച്ചുണ്ടാക്കിയ വാക്കുകൾ കൊണ്ട് കൂട്ടിയുണ്ടാക്കിയ ഏതാനും ആയത്തുകളുടെ ആ ഒരു സംഗമമാണ് ഈ ഇതിലുള്ള സൂറകളും ആയത്തുകളും എന്നൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ, അലിഫ് ലാം മീം എന്ന് പറയുമ്പോ അതൊരു ചില്ലറക്കാരനല്ല. പിന്നെയോ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, നിങ്ങൾ ഖുർആൻ ഓതിയാൽ വലിയ കൂലിയുണ്ട്, നിങ്ങൾക്ക് ഖുർആൻ ഓതിയാൽ കൂലിയുണ്ട്. ഖുർആൻ ഓതുമ്പെന്ന് പറയുമ്പോ ആ ഓത്തിലുള്ള ഓരോ അക്ഷരത്തിനും കൂലിയ, ഓരോ ലഫ്ദിനും കൂലിയ, ഓരോ സൂറത്തിനും കൂലിയ, ഓരോ ജുസുവിനും കൂലിയ, എല്ലാത്തിനും കൂലിയ. ആ കൂലി നിങ്ങൾ എങ്ങനെ കണക്കാക്കുക? ഒരു സൂറത്തിനൊരു കൂലിയ, ഒരു ജുസു ഓതിയാലേ കൂലി ഉണ്ടാവുള്ളൂ, ഒരു ഖത്തം തീർത്താലേ കൂലി ഉണ്ടാവുള്ളൂ, റമദാൻ മാസത്തിൽ ഒരു ഖത്തം തീർത്താലേ കൂലി ഉണ്ടാവുള്ളൂ. അല്ല, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അലിഫ് ലാം മീം എന്നുള്ള ആ 3 അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അതൊരു ഹർഫല്ലട്ടോ. വലാകിൻ ലാ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ലാം ഒരു ഹർഫ, അലിഫ് ഒരു ഹർഫ, മീം ഒരു ഹർഫ, എല്ലാം വ്യത്യസ്ത. അപ്പൊ ഓരോന്നിനും ഓരോരുന്നതായ പിന്നെ പുണ്യം ലഭിക്കുമെന്ന. പിന്നെ റൂം, റൂം പരാജയപ്പെട്ടിരിക്കുന്നു, റോം പരാജയപ്പെട്ടിരിക്കുന്നു. റോം എന്നത് വലിയ സാമ്രാജ്യ, ഭരണാധികാരികളുണ്ട് അവിടെ. ആരോടാ പരാജയപ്പെട്ടത് നമുക്കറിയാം, പേർഷ്യയോടാണ് പരാജയപ്പെട്ടത്. പേർഷ്യയും വലിയ ഒരുപാട് ഭരണാധികാരികളുള്ള രാജ്യമാണ്. ആരോടാ ഈ അഭിസംബോധന? അറേബ്യക്കാരോടാ, അറേബ്യയിലുള്ള ആളുകളോടാ.
അറേബ്യയുടെ അവസ്ഥ എന്താ? അവിടെ ഭരണാധികാരികളില്ല. റോമിലെ ഭരണാധികാരി കൈസർ നമുക്കറിയാം. പേർഷ്യയിലെ ഭരണാധികാരി കിസ്ര ആണെന്ന് നമുക്കറിയാം. റോമിലെ ആളുകൾ യഥാർത്ഥത്തിൽ നസ്രാനികളാണ്, ദൈവവിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്. അതേപോലെ പേർഷ്യയിലെ ഉള്ള ആളുകൾ മജൂസികളാണ്. അവർ തീയിനെ ആരാധിക്കുന്ന ആളുകളാ. റോമിലുള്ള ആളുകൾ പണ്ട് നക്ഷത്രത്തെ ആരാധിക്കുന്നവരായിരുന്നു. പിന്നീട് അവർ ദൈവവിശ്വാസത്തിലേക്ക് വന്നത്. ആ വന്നതിനൊരു വഴിയുണ്ട്. പേർഷ്യയിലുള്ള ആളുകൾ അവർ തീയിനെയാണ് ആരാധിക്കുന്നത്. അതേപോലെ ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന അത്തരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അറേബ്യയിലുള്ള ആളുകൾ. അപ്പൊ സ്വാഭാവികമായും ഈ മജൂസികളും ബഹുദൈവാരാധകരും തമ്മിൽ പ്രത്യേകമായ ഒരു ബന്ധമുണ്ടാകും എന്ന് സ്വാഭാവികമാണ്. ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അറേബ്യയിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധികളായ ആളുകൾ റോമിന് ഇങ്ങനെ ഒരു പരാജയം വന്നപ്പോ അവർ പറഞ്ഞു, വിശ്വാസികളായ ആളുകൾ ഞങ്ങളുടെ കൂട്ടുകാരായ പേർഷ്യയിലുള്ള സഹോദരങ്ങളോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം അവർ തമ്മിലൊരു ബന്ധമുണ്ട്. മജൂസികളുടെ മതം എന്ന് പറയുന്നത് അവർ ഏകദൈവ ആരാധനയെ നിഷേധിക്കുന്നു. മക്കാ മുശ്രിക്കുകളുടെ മതം എന്ന് പറയുന്നതും ഏകദൈവ ആരാധനയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ദൈവങ്ങളെ, അഥവാ ഏകദൈവത്തിൽ വിശ്വാസമുണ്ട് അവർക്ക്, ഏകദൈവത്തെ അവർക്ക് അറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ തീയെ ആരാധിക്കുന്ന ആളുകൾ, മക്കാ മുശ്രിക്കുകളും ഏകദൈവത്തെ അവർക്കറിയാം. പക്ഷെ അവർ ബഹുദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലതജിദന്നാസി അദാവത്തൻ ലില്ലദീന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു അൽ യഹൂദ വല്ലദീന അശ്റകു. വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ അദാവത്തുള്ള, ശത്രുതയുള്ള ആളുകൾ ആരാണെന്ന് അറിയാമോ? അവർ യഹൂദികളും വല്ലദീന അശ്റകു, ശിർക്ക് ചെയ്യുന്ന ആളുകളും ആണ് എന്ന് പറഞ്ഞിട്ടാണ് വിശദീകരിക്കുന്നത്. അവിടെ കൂടുതൽ മവദ്ദത്ത് കാണിക്കുന്ന ആളുകൾ അഹ്ലുൽ കിതാബിൽപ്പെട്ട വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്നുള്ളവരായിരിക്കും വിശ്വാസികളോട് ഒരുപക്ഷെ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എന്നൊക്കെ ആ ഭാഗത്ത് വിശദീകരിക്കുന്നത് കാണാം. ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. സൂറത്തുർ റൂം എന്ന പേര് എന്താണ് നോക്കുക. അറൂം എന്ന പദം ഇദാ റാമ അശ്ശൈഅ തഅനി തലബഹു, ഒരു കാര്യത്തെ തേടുന്നതിന് റൗമുൻ തന്നെ റഗബത്തുൻ എന്നാണ്, ആഗ്രഹം എന്നാണ് പോലും അതിന്റെ അർത്ഥം. റൂം എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ഏകദേശം 5791 കിലോമീറ്റർ ദൂരമുള്ള, ഇന്നത്തെ വത്തിക്കാൻ സിറ്റി ഒക്കെ ഉള്ള ആ ഒരു ഭാഗത്തിലേക്ക് ഏകദേശം 6000 കിലോമീറ്ററുകളോളം ദൂരമുള്ള ഒരു സ്ഥലമാണ്. ഇത് നമ്മൾ സൂചിപ്പിച്ചു. ഈ സൂറത്തിന് റൂം എന്ന ഒരു പേര് നൽകുന്നത് രാഷ്ട്രീയപരമായ ഒരു പശ്ചാത്തലം ഈ സൂറത്തിന് ഉള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. നിങ്ങൾ എന്റെ കൂടെ വേണേ, കാരണം കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. ഈ റൂമിലുള്ള താമസക്കാർ ആരാന്നറിയോ? റൂമിലുള്ള താമസക്കാർ എന്ന് പറയുന്നത് ഈസു ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന ഒരാളുടെ സന്താന പരമ്പരയിൽപ്പെടുന്ന ആളാണെന്നാണ്. ഇബ്രാഹിം നബിയുടെ 2 മക്കൾ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇസ്ഹാഖ് നബിയുടെ ഒരു മകനെ നമുക്കറിയാം, യാക്കൂബ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ഇസ്ഹാഖ് നബിയുടെ വേറൊരു മകന്റെ പേരാണ് ഈസ് എന്ന് പറയുന്നത്. ആ ഈസാണ് റോമിൽ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരക്കാണ് യഥാർത്ഥത്തിൽ ഈ റോമിലുള്ള ആളുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്നത്. ഒരാളുടെ പേര് തന്നെ റോമാൻ എന്നായിരുന്നു എന്നാണ്. ഈസിന്റെ മകന്റെ പേര് റോമാൻ ബിന് ഈസു ബിന് ഇസ്ഹാഖ് ബിന് ഇബ്രാഹിം എന്നാണ് യഥാർത്ഥത്തിൽ അയാളുടെ പേര് എന്നാണ് അറിയപ്പെടുന്നത് ചരിത്രപരമായിട്ട്. ഓക്കെ, റോമയും പേർഷ്യയും ഒക്കെ വലിയ സാമ്രാജ്യമാണ്. നമുക്കറിയാം, ഒരു ഭാഗത്ത് പേർഷ്യയുടെ ആധിപത്യം, തൊട്ടടുത്ത നാടുകൾ മുഴുവനും വെട്ടിപ്പിടിച്ചുകൊണ്ട് ആധിപത്യം നേടുന്നു. വേറൊരു ഭാഗത്ത് റോമക്കാരുടെ റോമൻസ് വലിയ സാമ്രാജ്യം. ആ സാമ്രാജ്യങ്ങൾ തമ്മിൽ പണ്ടുകാലം തൊട്ടേ ഒരുപാട് തരത്തിലുള്ള ശത്രുതകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ ശത്രുതകൾ തുടങ്ങിയത് BC 53 മുതൽ ഏകദേശം AD 627 629 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ ആ ഭാഗത്ത് ഉണ്ടായതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സൂറത്തിന്റെ
അവതരണ പാശ്ചാത്തലം, ഒരു സബബുൻ നുസൂൽ ഉണ്ടാവുമല്ലോ ചില സൂറകൾക്കൊക്കെ. എന്താണ് ആ അവതരണ പാശ്ചാത്തലം എന്നതിലേക്ക് പോയി നോക്കുക. ഞാൻ ഓടിച്ചു പോവുകയാണ് കേട്ടോ, നിങ്ങൾ ബേജാറേണ്ട. ചരിത്രം പറയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ വേണം, ശ്രദ്ധിക്കണം. കാരണം ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായത് കൊണ്ടാണ് ചരിത്രത്തിലൂടെ പോകുന്നത്. പേർഷ്യൻ രാജാവ് ഖുസ്രു പർവേസ് ക്രിസ്താബ്ദം 603 റോംബ്ര സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അദ്ദേഹത്തിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വേണ്ട രാജാവ് കൊന്നു. അതിന്റെ കാരണം ഏതായിരുന്നാലും 603 ആരംഭിക്കുന്ന യുദ്ധം റോമാ സാമ്രാജ്യം തുടർച്ചയായി തോൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ സിറിയയിലേക്ക് വരുന്നുണ്ട്. സിറിയ എന്ന് പറയുന്നത് റോമിന്റെ അതിർത്തിയാണ്, റോമിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അവിടെ വന്ന് ഹലബ്, അന്താക്കിയ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കുന്നു. അങ്ങനെ അന്ന് റോം ഭരിച്ചിരുന്ന ഫോക്കാസ് എന്ന രാജാവിന് രാജ്യം രക്ഷിക്കാനാവില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അന്ന് ആഫ്രിക്കയിലെ അവരുടെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് സഹായം തേടുന്നു. ആഫ്രിക്കയിലെ ഗവർണർ അദ്ദേഹത്തിന്റെ പുത്രൻ ഹെർക്കുലിസിനെ വലിയൊരു നാവിക പടയുമായിട്ട് ഈ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ക്രിസ്താബ്ദം 613 പിന്നെ പേർഷ്യൻ പട ബൈത്തുൽ മുഖദ്ദസും അതേപോലെ ഒക്കെ പിടിക്കുന്ന ഡമസ്കസും ഒക്കെ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പൂർണ്ണമായ ഒരു പരാജയം, റോമിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥ. ഏതുവരെ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പരിപാവനമായ അവർ പാവനമായി കണക്കാക്കുന്ന കനീസത്തുൽ ഖിയാമ എന്ന സ്ഥാപനം, അവരുടെ ഏറ്റവും പരിപാവനമായ അവരുടെ കനീസ നശിപ്പിക്കപ്പെട്ടു. ക്രിസ്തു ജീവിതത്യാഗം ചെയ്തുവെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സാക്ഷാൽ കുരിശ് വരെ പറിച്ചെടുത്ത് മദായിലേക്ക് കൊണ്ടുപോയി. പിന്നീടും നിന്നില്ല. ക്രിസ്താബ്ദം 618 619 ആയപ്പോഴേക്കും പേർഷ്യൻ സൈന്യം ജോർഡാൻ, ഫലസ്തീൻ, സീനായ് ഉപദ്വീപ്, ഈജിപ്ത് തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും കീഴടക്കിക്കൊണ്ട് വിജയം നേടുന്ന ഒരവസരത്തിലാണ്, നമുക്കറിയാം ഏതാണ് ആ വർഷമെന്ന് നമുക്കറിയാം, 619 ഒക്കെ ആകുമ്പോൾ 622 ആകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. അതിന്റെ തൊട്ട് മുമ്പുള്ള വർഷങ്ങളാണ്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്യാൻ പോകുന്നത് മദീനയിലേക്കാണ്. മദീനയിലുള്ളത് ആരാണ്? നസ്രാനികളും ജൂതന്മാർ, അഹ്ലു കിതാബുകളായിട്ടുള്ള ആളുകളാണ്. ആ നാട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ടാണ് ഇവിടെ ഒരു പ്രവചനം നടത്താൻ പോകുന്നത്. ഇപ്പോ റോം പരാജയപ്പെട്ടിരിക്കുന്നു, പക്ഷെ അധികം താമസിയാതെ തന്നെ റോമിന് ഒരു വിജയം വരാനിരിക്കുന്നു എന്ന ഒരു കാര്യം ഖുർആൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഖുർആനെ പ്രഖ്യാപിച്ചതിന് ശേഷവും റോമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം നേടിയേക്കാം എന്ന തരത്തിലുള്ള ഒരു സാധ്യതയും എവിടെയും ആർക്കും കാണാൻ സാധിക്കുന്നില്ല. അവിടെ മുസ്ലിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുസ്ലിങ്ങളോട് മുശ്രിക്കുകൾ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്ന വിജയം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ട്. വാതുവെക്കുന്ന രംഗങ്ങൾ വരെയുണ്ട്. പക്ഷെ അതിനിടയില് നേരത്തെ പറഞ്ഞല്ലോ, ആഫ്രിക്കയിൽ നിന്ന് വന്ന ഹെർക്കുലീസ്, അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. ആ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടുകൊണ്ട് കരിങ്കടൽ വഴി അദ്ദേഹം ഹെർക്കുലീസ് അർമീനിയയിലേക്ക് എത്തിപ്പെടുകയാണ്. അർമീനിയയിൽ നിന്ന് അദ്ദേഹം വലിയ പ്രത്യാക്രമണം നടത്തുന്നു. അസർബൈജാനിലേക്ക് നുഴഞ്ഞു കയറി അവിടെ സൗരാഷ്ട്രരുടെ ജന്മസ്ഥലമായ ഉർമിയ നശിപ്പിക്കുകയാണ് 624. 627 ആകുമ്പോ നീനാവായിൽ നടന്ന നിർണായകമായ ഒരു യുദ്ധത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകുകയാണ്. അവസാനം 628 ഒന്നുകൂടെ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഖുസ്രു അഥവാ പേർഷ്യയിലെ രാജാവിന്റെ മകൻ തന്നെ ആ രാജാവിനെ, അവിടെ കൊട്ടാരത്തിൽ നടന്ന ഒരു കൊട്ടാര വിപ്ലവത്തിന്റെ ഭാഗമായി ആ രാജാവിനെ കൊന്നെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. പേർഷ്യൻ എന്ന് പറയുന്ന ആ ഉപദ്വീപ്, പേർഷ്യൻ അത് വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ, നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ അറിയാം, ആ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് പേർഷ്യ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഖുർആൻ പറഞ്ഞത്, ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് അവർ പരാജയപ്പെട്ടത്? ഫി അദ്നൽ അർള്, അടുത്ത നാട്ടിലാണ് പരാജയപ്പെട്ടത്. അടുത്ത നാട് എന്ന് പറയുമ്പോ അറേബ്യയോട് തൊട്ടടുത്ത് കിടക്കുന്ന നാടുകൾ എവിടെയൊക്കെയോ റോമിന് നഷ്ടപ്പെട്ടുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ട് പേർഷ്യയുടെ അധീനതയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ആ രാജ്യം ഏതാണ്, അതിന്റെ അവസ്ഥകൾ എന്താണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കുക. ഏതൊക്കെയാണ് പരാജയപ്പെട്ട ഭാഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്? അന്ന്
ഫി അതിനൽ അർള് എന്നതുകൊണ്ട് അടുത്ത നാട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിന എന്ന് പറഞ്ഞാൽ കറുബാന അടുത്തു. അതിനത്തിൽ ഹാമിൽ എന്ന് പറയുമ്പോ ഒരു സ്ത്രീ പ്രസവിക്കാനാകുന്നതിനെ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അതിനത്തിൽ ഹാമിൽ എന്ന് പറയാ. അതിന ഫുലാനം മിൻ നഫ്സിഹി എന്ന് പറഞ്ഞാൽ ഒരാള് വേറൊരാളോട് മാനസികമായി അടുത്തു, എല്ലാവിധ സ്വകാര്യങ്ങളും പറയാൻ പറ്റാവുന്ന വിധത്തിൽ ഒരാളോട് അടുത്ത് കഴിയുന്നതിനാണ് അതിന എന്ന് സൂചിപ്പിക്കുന്നത്. അതിന എന്നതിന്റെ ജം അതിനൂൻ എന്നാണ്. അതേപോലെ അദാനിൻ എന്ന് പറയും, അതിന്റെ സ്ത്രീലിംഗമാണ് ദുന്യ എന്ന് പറയുന്നത്. ദുന്യ നമ്മൾ ദുന്യാവ് എന്ന് പറയുന്നില്ലേ, ദുന്യ എന്ന് പറയുന്നത് അതിന്റെ സ്ത്രീലിംഗ പദം എന്നാണ്. അക്കാലത്ത് അറബിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന റോം അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാ? ജോർദാനും സിറിയയും ഫലസ്തീനും ഒക്കെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അൽ ഉർദുൻ വൽ ഫലസ്തീൻ, ഇതാണ് ജസീറത്തുൽ അറബിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. സംഭവം എന്താണ്? റോം തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ജയിച്ചത്? പേർഷ്യയാണ് ജയിച്ചത്. എന്താണ് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ടത് ഏറ്റവും അടുത്ത അറേബ്യയുടെ ഏറ്റവും അടുത്ത പ്രദേശങ്ങൾ വരെ അവരുടെ അധീനത്തിൽ വന്നിരിക്കുന്നു. അത് പിന്നീട് ഈ റോം ഇതാ വിജയിക്കാൻ പോകുന്നു, പേർഷ്യ പരാജയപ്പെടുകയും വിജയിക്കുകയും ചെയ്യാൻ പോകുന്നു. ആ കാര്യം നമ്മൾ കണ്ടു. 627 628 വർഷങ്ങളായപ്പോഴേക്കും 619 യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള 618-19 കാലഘട്ടത്തിലാണ് ഈ ഒരു ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ അത് 27-28 ആ കാലമാകുമ്പോഴേക്കും പേർഷ്യയുടെ മിക്ക ഭാഗങ്ങളും റോമിന്റെ കീഴിലേക്ക് വരുന്ന റോമക്കാർ വിജയിക്കുന്ന ഒരു രംഗത്തേക്ക് വന്നു എന്ന് ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കി. ആ ചരിത്രം ഞാൻ അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾ പോകണ്ട, ഇവിടെ തന്നെ നിന്നോളൂ. ഇനി എന്താ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, അദ്ന എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ന, ഈ അദ്ന എന്ന പദം 3 അർത്ഥങ്ങളിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ന എന്നത് അസ്ഗർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതായിട്ട് കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചു. ഏതാണ്? വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ആ വിശ്വാസികളും വിരോധികളും താന്തോന്നികളുമായ ആളുകളെ പരലോകത്ത് കടുത്ത ശിക്ഷ, വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതിന്റെ മുമ്പായി ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് നാം ചെറിയ ശിക്ഷ കൊടുക്കുന്നതാണ്. അപ്പൊ അതിനാ എന്നതിനർത്ഥം എന്താ? ഇവിടെ ചെറിയത്. പിന്നെ വേറൊരു ഭാഗത്ത് മായകൂന മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്ബർ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. അവര് 3 ആളുകൾ സംസാരിക്കുമ്പോ 4ാമനായിട്ട് അള്ളാഹുണ്ട്. 4 ആള് സംസാരിക്കുകയാണെങ്കിൽ 5ാമനായിട്ട് അവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. 5ാമനായി 5 ആളുകൾ കൂടി സ്വകാര്യ സംഭാഷണം നടത്തി കാര്യങ്ങൾ ആലോചിച്ച് തെറ്റായ കുറ്റമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരെന്താ തിരിച്ചറിയാത്തത്? അവരുടെ കൂടെ 6ാമനായി അള്ളാഹുണ്ട് എന്ന്. വല അദ്നാ മിൻ ദാലിക, അതിനേക്കാൾ കുറവാകട്ടെ. അപ്പൊ അഖല്ല് എന്നുള്ള അർത്ഥത്തിലാണ് അന്ന്. അഖല്ല് എന്ന് പറഞ്ഞാല് എണ്ണത്തിൽ കുറവ്. അപ്പൊ എണ്ണത്തിൽ കുറവ് നേരത്തെ വന്നത് അസ്ഗർ, എന്താ അർത്ഥം? ചെറുത്. ചെറുത് എന്ന് വന്നു, എണ്ണത്തിൽ കുറവ് എന്ന് വന്നു. പിന്നെന്താ മൂന്നാമത്തെ അർത്ഥം? മൂന്നാമത്തെ അർത്ഥം അഖ്റബ് എന്നാണ്. വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയാ ബിമസാബിഹ വഹിഫ്ളൻ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. തൊട്ടടുത്ത ആകാശത്തെ, 7 ആകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അടുത്ത ആകാശത്തെ നമ്മൾ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളും സൂര്യനും ഒക്കെയായി ഒരുപാട് വിളക്കുകൾ കൊണ്ട് അള്ളാഹു അലങ്കരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടില്ലേ? കല്യാണം കഴിക്കും, കല്യാണപ്പന്തലിന്റെ അവിടെയും ഇവിടെയൊക്കെ മുകളിലും താഴെയും ചെരുവിലും മുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിക്കുന്ന മാതിരിയെ അള്ളാഹു ആകാശത്തെ അലങ്കരിച്ചു തന്നിരിക്കുന്നു. ഇവിടെ അസ്സമാ ദുന്യ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അടുത്തത് എന്നാണ്. ഏറ്റവും അടുത്ത ആകാശം. അപ്പൊ ഏറ്റവും അടുത്തത്, ഏറ്റവും എണ്ണം കുറഞ്ഞത്, ഏറ്റവും ചെറിയത് എന്ന 3 അർത്ഥത്തിലാണ് അദ്ന എന്ന പദം വന്നത്. അദ്നൽ അർള് എന്ന് ഖുർആൻ ഉപയോഗിച്ച് നമുക്കത് എന്തിനാ ഉപയോഗിച്ചു എന്നുള്ളത്? അടുത്ത ഏതോ പ്രദേശം ഇതാ പേർഷ്യക്കാർ വിജയിച്ചിരിക്കുന്നു എന്ന് മക്കയിലുള്ള പേർഷ്യ എന്താണെന്നറിയാത്ത, റോം എന്താണെന്നറിയാത്ത, ആ ചരിത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുമ്പോ അള്ളാഹു ഉപയോഗിച്ച വാക്ക് അദ്ന എന്നാണ്. ഈ 3 വിശേഷണങ്ങളുള്ള ഏതെങ്കിലും പ്രദേശ ലോകത്തുണ്ടോ? ഒരു ചോദ്യം നിങ്ങളോടാണ്. ഈ 3 വിശേഷണങ്ങളുള്ള ഏതെങ്കിലും പ്രദേശത്തുണ്ടോ? അസഗറായിരിക്കണം, അക്കല്ലായിരിക്കണം, അക്റബായിരിക്കണം. ഏറ്റവും ചെറുതായിരിക്കണം, ഏറ്റവും അടുത്തതായിരിക്കണം, മക്കയോട് അറേബ്യയോട് ഏറ്റവും അടുത്തതായിരിക്കണം, അതേപോലെ ആളുകളുടെ എണ്ണം കുറഞ്ഞതുമായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും എണ്ണത്തിൽ കുറവുള്ളതായിരിക്കണം. ഇവിടെ ചാവുകടൽ വാലി പ്രദേശമാണ് ഇങ്ങനെയുള്ള ഒരു പ്രദേശം. അത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. നിങ്ങൾ വെറുതെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് എന്താ നോക്കണ്ടേ? സീ ലെവലിന് ഏറ്റവും അടിയിൽ കിടക്കുന്ന പ്രദേശത, ലോകത്തെ ഏറ്റവും പ്രദേശത, കടൽ ലെവലിന്, വെള്ളത്തിന്റെ ലെവലിന് ഏറ്റവും അടിയിൽ കിടക്കുന്ന പ്രദേശത, ലോവസ്റ്റ് ലാൻഡ് ഏതാ അറിയോ? 430 മീറ്റർ അഥവാ 1411 ഫീറ്റ് താഴെ കിടക്കുന്ന പ്രദേശമാണ് ഡെഡ് സീ എന്ന് പറയുന്നത്. ഇസ്രായേലിലുള്ള ഒരു ടൗണായ നിയറ്റ് ഹക്കിക്കർ എന്നത് 345 മീറ്റർ താഴെ കിടക്കുന്ന, ജെറിച്ചോ എന്ന പ്രദേശം വെസ്റ്റ് ബാങ്കിൽ 288 മീറ്റർ താഴെ കിടക്കുന്നത്. ഇങ്ങനെ നോക്കി ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഡെഡ് സീ അതിന്റെ ഭാഗത്തുള്ള പ്രദേശമാണ്, ഇസ്രായേലിന്റെ ഭാഗത്തുള്ള പ്രദേശമാണ് എന്ന് കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് വത്തിക്കാൻ സിറ്റി കേട്ടോ. ലോകത്തെ ഏറ്റവും ചെറിയ ഒരു സിറ്റിയാണ്. ആളുകളാണ് മുന്നോട്ട് പോവാണ്. അപ്പൊ അതാണ് അതിനൽ അർള് എന്ന് പറയുന്നത്. ഖുർആനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ കറക്റ്റാണ് എന്നുള്ളത്. എല്ലാ അർത്ഥത്തിലും 3 അർത്ഥത്തിലും ആപ്റ്റായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പോലും നമുക്ക് ഒരുപക്ഷെ കണ്ടെത്താനുള്ള സാധ്യതകൾ ഈ പറഞ്ഞ വിശദീകരണത്തിൽ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ ആ പറഞ്ഞതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ താഴെയാണ്, അടിയിലാണ്. ആ അടി തന്നെ കിടക്കുന്ന, അടിയിലേക്ക് പോകുന്ന, അടിയിലേക്കുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരു പ്രദേശം തന്നെയായിട്ടൊന്നും കാണാം. അത് വേറെ വിഷയം. ഓക്കെ. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ആയത്തിന്റെ ബാക്കി ഭാഗം. മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഇവർ പരാജയപ്പെട്ടതിന് ശേഷം, റോമക്കാർ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും ഇതാ വിജയിക്കാൻ പോകുന്നു എന്നാണ്. റോം ഇതാ വിജയിച്ചു വരാൻ പോകുന്നു എന്നാണ് ആ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ജയിച്ചിരിക്കുകയാണ്, പേർഷ്യ ജയിച്ചിരിക്കുക. പേർഷ്യയുടെ പരാജയമോ ജയമോ അല്ല ഇവിടെ വിഷയം, നമ്മുടെ വിഷയം. അതേപോലെ റോമിന്റെ വിജയമോ പരാജയമോ ഏതാണ് ശരി എന്നതിനെ പറ്റി പറയല്ല ഇവിടെ വിഷയം. ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ചരിത്രങ്ങൾ മനസ്സിലാക്കി പോരുക. ഇവിടെ ജയിച്ചവനെ ജയിക്കുകയാ, നേരത്തെ ജയിച്ചവനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ജയിച്ചവന്റെ ദുർബലതയാണ് അവിടെ തെളിയിക്കപ്പെടുന്നത്. ജയിച്ചവന്റെ ദുർബലയത്. നമ്മൾ ജയിക്കുകയാ, നമ്മൾ ഉയർന്നുയർന്നു പോവുക, എന്നിട്ട് നമ്മൾ വലിയ വിജയിയായി മാറുക. പക്ഷെ ആ വിജയിയായി മാറിക്കൊണ്ട് തന്നെ നമുക്ക് കാലാകാലം അങ്ങനെ കഴിയാൻ സാധിക്കോ? ഇല്ല. പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന, ദുർബലതയിലേക്ക് പോകുന്ന ഘട്ടമുണ്ടാകും. അത് ആർക്കേ അറിയുള്ളൂ? അത് അള്ളാഹുവിനെ അറിയുള്ളൂ. ഇവിടെ ഈ രാജ്യക്കാരുടെ, റോമക്കാരുടെ വിജയം ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പേർഷ്യൻ പടയുടെ അതിപ്രസരവും കടന്നുകയറ്റവും റോമിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അവർ പിടിച്ചടക്കിയ ചരിത്രം നമ്മൾ വർഷങ്ങളിലൂടെ മനസ്സിലാക്കി. പക്ഷെ ഖുർആൻ പറഞ്ഞതോ സയഗ്ലിബൂന, സ എന്ന വാക്കിന്റെ അർത്ഥം ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രിയയെ ഭാവി കാലമാക്കാൻ ഉപയോഗിക്കുന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ സ എന്നും സൗഫ എന്നും ആ മുലാരിയായ ക്രിയയുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ സ എന്ന് ഉപയോഗിച്ചാൽ, സ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലിൽ മുസ്തഖ്ബിൽ അൽ ഖരീബ് എന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് സ എന്നത്. ആ സ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8-9 വർഷമായപ്പോഴേക്കും റോമിന്റെ വിജയം അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ അവിടെ നമ്മൾ ആ ഒരു ഭാഗവും വിടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 രാജ്യക്കാരായിട്ട് ബന്ധം പുലർത്തിയിരുന്നു. ഇവരായിട്ട് മാത്രമല്ല, എല്ലാ തൊട്ടടുത്തുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും റസൂലിന്റെ സന്ദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ, കരുത്തരായ, ധീരരായ ആളുകളെ ഇസ്ലാമിന്റെ സന്ദേശവാഹകരായി തെരഞ്ഞെടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു.
നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആഫ്രിക്കയിൽ നിന്ന് വന്ന ഹെർക്കുലിസ്, അദ്ദേഹത്തിന് ഹിറക്കലിന് കത്തെഴുതുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിലേക്ക്. എന്താ ഇത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ അബ്ദുല്ലാ റസൂലില്ലാ ഇലാ ഹിർക്കൽ അൽ അസീം റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോമിലെ മഹാനായ ചക്രവർത്തിക്ക് മുഹമ്മദ് അള്ളാഹിന്റെ റസൂല് എഴുതുന്ന കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന കത്തുകൾ നമുക്ക് കാണാം. ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു ആണ് അങ്ങോട്ട് പോകുന്നത്. ദിഹിയത്തുൽ കൽബിന്റെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ച് പഠിച്ചു നോക്കേണ്ടി. ദിഹിയത്തുൽ കൽബിയുടെ പിന്നെ രൂപത്തിൽ വരുന്ന ഒരവസ്ഥക്ക് ജിബ്രീൽ വരുന്ന ഒരവസ്ഥ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ഏതായിരുന്നാൽ ദിഹിയത്തുൽ കൽബിയാണ് അങ്ങോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഹിർക്കൽ കേട്ടു. കാരണം ഹിർക്കലിന് വിശ്വാസമുണ്ട്, അദ്ദേഹം വേദഗ്രന്ഥം വായിച്ചിട്ട് പരിചയമുണ്ട്, വരാനിരിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ചുള്ള അറിവുകൾ ആ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നീല അലമു അന്ന സാഹിബക്ക നബിയുൻ മുർസലുൻ, താങ്കളുടെ കൂട്ടുകാരൻ നബിയാണ്, മുർസലാണെന്ന് എനിക്കറിയാം. വഅന്നഹു അല്ലദീ കുന്നാ നൻതദിറുഹു, ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വനജിദുഹു ഫി കിതാബിന, ഞങ്ങളുടെ കിതാബുകളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. വലാകിന്നി അഖാഫു റൂമ അലാ നഖം നഫ്സി വലൗലാ ദാലിക ലത്തബഅതുഹു, ഞാൻ എന്റെ റോമക്കാരെ ജനങ്ങളെ പേടിക്കുക, ഇല്ലെങ്കിൽ എന്തായിരുന്നാലും ഞാൻ അദ്ദേഹത്തെ ഭയപ്പെടുകയായിരുന്നു. ഇവിടെ ജീവിതത്തിനും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും അദ്ദേഹം പ്രാമുഖ്യം കൊടുക്കുകയും വിശ്വാസത്തിനും യാഥാർത്ഥ്യങ്ങൾക്കും വേദഗ്രന്ഥങ്ങളിൽ വായിച്ച കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് പിന്നെ ഗൗരവം കൊടുക്കാതിരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. അത് ഒരു അദ്ദേഹത്തിന്റെ കൈസറിന്റെ ചരിത്രം, റോമൻ രാജാവിന്റെ ചരിത്രം. അതേ സമയത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ട്? കിസ്റയിലേക്ക് ആളുകളെ അയക്കുന്നു. ആരാ പോകുന്നറിയോ? അബ്ദുല്ലാഹിന് ഉദാഫ റളിയല്ലാഹുവിനെ പോകുന്നു. ഈ ചരിത്രം കേൾക്കാൻ രസമുണ്ടാവും, ഈ കേട്ടോളൂ. പേർഷ്യൻ ചക്രവർത്തി കിസ്റ മഹാരാജാവിന്റെ അടുത്തേക്ക് അബ്ദുല്ലാഹിന് ഹുദാഫ, പ്രവാചകനുമായി യാതൊരു രാജ്യാന്തര കരാറും ഉടമ്പടിയും ഇല്ലാത്ത നാട്ടിലേക്ക് അവരുടെ സംസാര ഭാഷ പോലും അറിയാതെ പ്രവാചകന്റെ സന്ദേശവുമായി പോവുക. ആ നാട്ടുകാരാരാന്നറിയില്ല, ആ നാട്ടുകാരുടെ വർത്തമാനം എന്താ അറിയില്ല, അവരുടെ ഭാഷ അറിയാ. മാത്രല്ല രാജാക്കന്മാർ, ഇങ്ങനെയുള്ള പേർഷ്യയിലെയും റോമിലെയും ഒക്കെ രാജാക്കന്മാരുടെ സങ്കല്പം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഭരണാധികാരികളൊന്നുമില്ലാത്ത അറേബ്യ നാട്ടിലെ നേതാക്കന്മാർ എന്ന് പറയുന്നത്, അറബികൾ എന്ന് പറയുന്നത് അവരുടെ അടിമകളാണ്. അതുകൊണ്ട് അറബ് നാടുകൾ പലതും അവർ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ചങ്കൂറ്റം കാണിക്കാറുള്ളത്. അങ്ങനെ അവർക്ക് സാധിക്കാത്തൊരു പ്രദേശമായിരുന്നു മക്കയും അനുബന്ധ പ്രദേശങ്ങളും എന്ന് മാത്രം. അടിമകളായിട്ടാണ് അറബികൾ അവർ കണ്ടിരുന്നത്. ഹുദാഫയെ കണ്ടപാടെ കിസ്റയുടെ പ്രഖ്യാപനം, കിസ്റ, അയാളുടെ പേര് സാബൂർ എന്നാണ്, ഷാപ്പൂർ എന്നൊക്കെയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം, ഹുദാഫയെ അകലെ കണ്ടപാടെ കയ്യിലുള്ള കത്തുവായി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അപ്പോ ഹുദാഫ പറഞ്ഞു, ഇല്ല, ഈ കത്ത് തരൂല. ഇത് ചക്രവർത്തി ആരാണോ ആ ചക്രവർത്തിയുടെ കയ്യിലേൽപ്പിക്കാനാണ്, നേരിട്ട് ഏൽപ്പിക്കാനാ എന്നോട് പറഞ്ഞത്, അത് ഞാൻ അങ്ങനെ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഹുദാഫ റളിയല്ലാഹു അൻഹു കത്തുമായി നേരെ രാജസന്നിധിയിലേക്ക്, കൊട്ടാരത്തിലേക്ക് കയറിച്ചില്ല. രാജസദസ്സിലെ അറബി ഭാഷാ പണ്ഡിതൻ കത്ത് വിവർത്തനം ചെയ്യുന്നു. കത്ത് വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് ഇലാ കിസ്റ അദീം ഫാരിസ് സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ വആമന ബില്ലാഹി വറസൂലിഹി വശഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅദുഉക ബിദിആയത്തില്ലാഹി അസ്സ വജൽ ഫഇന്നി അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൻ നാസി കാഫ ലിഉൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ ഫഅസ്ലിം തസ്ലം ഫഇന്ന ബൈത ഫഇന്ന ഇസ്മൽ അൽ മജൂസ് അലൈക് എന്ന് പറഞ്ഞുള്ള കത്താ വായിക്കുന്നു. പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് മഹാനായ പേർഷ്യൻ ചക്രവർത്തി കിസ്റാക്ക് അയക്കുന്നത് എന്നാൽ സന്മാർഗം പിൻപറ്റാൻ സന്നദ്ധരായവർക്കെല്ലാം ശാന്തി സമാധാനങ്ങൾ ഉണ്ടാകട്ടെ. ഇതിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് കേട്ടപ്പോ അയാൾക്ക് കരികാരി. മുഹമ്മദ് റസൂലുള്ള എന്ത് കേട്ടപ്പോ അയാൾക്ക് ദേഷ്യം പിടിക്കുക.
അയാള് കത്ത് വാങ്ങി പിച്ച് ചീന്തി എറിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, എൻ്റെ ഒരു അടിമ ഒരു അറബി എന്നോട് ഇങ്ങനെ അഭിസംബോധന ചെയ്യേ, അവന്റെ പേര് വെച്ചിട്ട് പറയേ. റസൂലിന്റെ പേര് വെച്ചതിനാ പ്രശ്നം. മുഹമ്മദ് റസൂലുള്ള എന്ന പേര് വെച്ചതിന് അവന്റെ ആക്രോശം, അവനെ കത്ത് പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞു. കത്തിന്റെ ഉള്ളിലുള്ള കാര്യം എന്താ, കണ്ടൻസ് എന്താണെന്ന് പരിശോധിക്കുക പോലും ചെയ്തില്ല. ദുർഘടമായ പാതകൾ താണ്ടി പ്രവാചകൻ ഏൽപ്പിച്ച കത്ത് കിസ്റ മഹാരാജന്റെ ആ തിരുകയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ഹുദാഫ റളിയല്ലാഹു അൻഹു തിരിച്ചെത്തിയ ഹുദാഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് നടന്നത്രയും വിശദീകരിച്ചു. റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? റസൂല് പറഞ്ഞു, മസ്സക്കല്ലാഹു മുൽക്കഹു കമാ മസ്സക കിതാബി. അള്ളാഹു അവന്റെ മുൽക്ക് പിച്ചു ചീന്തട്ടെ, കമാ മസ്സക കിതാബി, എന്റെ ആ ഒരു എഴുത്ത് പിച്ചു ചീന്തിയതുപോലെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. സംഭവിച്ചെന്താ അറിയോ? അതേ സമയത്ത് തന്നെ കിസ്റ രാജൻ, അന്ന് യമനിൽ ഉണ്ടാകുന്ന കീഴിലുള്ള ഒരു ഭരണാധികാരിയുണ്ട്, ബാദാനെ വിവരം അറിയിക്കുക. നീ കുറച്ച് അടുത്താണല്ലോ, ഹിജാസിലേക്ക് ആളയച്ചിട്ട്, അറേബ്യയിലേക്ക് ആളയച്ചിട്ട്, മല്ലന്മാരായ കുറച്ച് ആൾക്കാരെ അയച്ചിട്ട് അവിടെ നബിയ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചങ്ങായിണ്ട്, അവരെ പിടിച്ചിട്ട് ഉടനെ എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാ എന്ന് ബാദാന്റെ അടുത്തേക്ക് ആളയച്ചു. ബാദാനെ കേട്ടപാടെ പ്രഗത്ഭരും ശക്തരായ രണ്ടാൾക്കാരെ മക്കയിലേക്ക് അയച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാളും അവരും മക്കയിലെത്തുമ്പോൾക്ക് റസൂൽ നേരെ മദീനയിലേക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പൊ സംഭവങ്ങളൊക്കെ ഏകദേശം ഒരേ സമയത്താണ് നടക്കുന്ന കേട്ടോ. ആ ഒരു പരാജയം, അവിടുന്ന് അങ്ങോട്ട് റോമിന്റെ വിജയത്തിലേക്കുള്ള കുതിപ്പ്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈസറിനും കിസ്റയ്ക്കും ഒക്കെ കത്തുകൾ അയക്കുന്നതൊക്കെ, ആ സംഭവങ്ങളൊന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയിരുന്നു. ബാദാന്റെ കിങ്കരന്മാർ, പട്ടാളക്കാർ റസൂലിന്റെ അടുക്കലേക്ക്, റസൂലിന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, നിങ്ങളെ കൂട്ടിക്കൊണ്ടാകാൻ വേണ്ടി വന്നതാ ഞങ്ങള്, റെഡി ആയിക്കോളൂ, ഒരുങ്ങിക്കോളൂ. റസൂല് പറഞ്ഞു, വന്ന ക്ഷീണൊക്കെ മാറ്റണ്ടേ, മെല്ലങ്ങൾ വന്ന ഒട്ടകത്തിന്റെ അടുത്തേക്ക് തന്നെ പോയിട്ട് അവിടെ ഒരു അല്പസമയം വിശ്രമിച്ചോളൂ, എന്നിട്ട് നാളെ വരി എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുഞ്ചിരി തീയിക്കൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. അവർ തിരിച്ചുപോയി. പിറ്റേത് വന്നു, ഇന്ന് നിങ്ങളുടെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് തന്നെ പോയിക്കോളൂ, നാളെ വന്നാ മതി. വീണ്ടും പഴയ ഗൗരവത്തിൽ തന്നെ അവർ തിരിച്ചെത്തി. റസൂലിനോട് അടുക്കൽ വന്ന് ചോദിച്ചു, ഒരുങ്ങിയോ, റെഡിയായോ, യാത്രക്ക് ഒരുങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ടാ റസൂലിന്റെ അടുക്കലേക്ക് വന്നത്. റസൂൽ ശാന്തനായി പറഞ്ഞു, കിസ്റ ചക്രവർത്തി കൊല്ലപ്പെട്ടിരിക്കുന്നു. മകൻ ശീറവൈഹി അദ്ദേഹത്തെ വധിച്ച് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ കൊട്ടാര വിപ്ലവം എന്ന് പറഞ്ഞില്ലേ, ആ കൊട്ടാര വിപ്ലവം എന്ന് പറഞ്ഞ ഇതായിരുന്നു. ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ അന്നത്തെ കിസ്റ രാജനെ മകൻ തന്നെ കൊന്ന് അധികാരം പിടിച്ചടക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അപ്പൊ അവിടെ ഈ വിവരം കിട്ടിയപ്പോ ഇവര് നേരെ തിരിച്ച് ബാദാന്റെ അടുക്കലേക്ക് പോയി. ആളുകൾ ബാദാന്റെ അടുക്കലേക്ക് പോയി. അപ്പോഴാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന കിസ്റ രാജന്റെ ശീറവൈഹിന്റെ ഒരു കത്തുമായിട്ട് അവിടുന്ന് വേറെ ചില ആൾക്കാര് ഈ ബാദാൻ എന്ന് പറഞ്ഞ ഇയാളുടെ ഗവർണറുടെ അല്ലെങ്കിൽ രാജന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. പോയിട്ടെന്തായി, മക്കയിൽ നിന്ന് മടങ്ങിത്തീരോടുള്ള ചോദ്യം. ഇതാ പറഞ്ഞത്, അവിടെ കിസ്റ വധിക്കപ്പെട്ടിരിക്കുന്നു, മകൻ ശീറവൈഹി അധികാരത്തിലെത്തിയിരിക്കുന്ന പറഞ്ഞത്. അപ്പോഴാ മറ്റോര് വരുന്നത്, മറ്റേ ശീറവൈഹിന്റെ ദൂതന്മാർ വരുന്നത്. അവര് വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഞാൻ ശീറവൈഹി കിസ്റ മഹാരാജാവിന്റെ പുത്രനാ, നാടിനോടും ജനങ്ങളോടും എന്റെ വാപ്പ ചെയ്ത ധിക്കാരത്തിന് പ്രതികാരമായി ഞാൻ അദ്ദേഹത്തെ കൊന്നു.
ഭരണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങൾ എനിക്ക് കീഴ്പ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ആളുകൾ കത്തുമായിട്ട് വന്നത്. ഇത് കേട്ടപ്പോ ബാദാൻ എന്ത് ചെയ്യുന്നറിയോ? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അദ്ദേഹത്തിന് പിന്നെ അതേ വഴി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വിശ്വാസിയായ ചരിത്ര പിന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. കാരണം രണ്ട് സംഭവങ്ങളാ, രണ്ട് കാര്യങ്ങളാ, രണ്ട് സന്ദേശങ്ങളാ ഒരേ സമയത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രവാചകൻ, ആ പ്രവാചകന് ഒയ്ബ് അറിയില്ല, പക്ഷേ ഒയ്ബ് അറിയുന്ന അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് ആ പ്രവാചകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫി ബിൽഇ സിനീൻ എന്നാണ് അടുത്ത വാക്ക്. ഫി ബിൽഇ സിനീൻ. ബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതാനും എന്ന. ഏതാനും എന്ന് പറഞ്ഞാൽ എത്ര വരെയാകാന്നറിയോ? 3 മുതൽ 10 വരെയുള്ളതിന് പറയുന്ന വാക്കാണ് ബിൽഇൻ. 3 മുതൽ 9 വരെ അല്ലെ 10 വരെ ഉള്ളതിന് പറയുന്ന വാക്കാണ് ബിൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വിജയം എപ്പോ സംഭവിക്കണം? 10 വർഷത്തിനിടയിൽ സംഭവിക്കേണ്ടതാ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒരു സ്വഭാവം ഉണ്ട്. എന്താ അറിയോ? അബൂബക്കർ റളിയല്ലാഹു ഖുർആൻ എന്ത് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ എന്ത് പറഞ്ഞു, അത് അപ്പടി വിശ്വസിക്കും, ചോദ്യം ചെയ്യില്ല. ആരോടും ഏറ്റുമുട്ടാനും ആ കാര്യം പറഞ്ഞിട്ട് ഏറ്റുമുട്ടാനും വാക്ക് തർക്കം നടക്കാനും അബൂബക്കർ റളിയല്ലാഹു റെഡിയാ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്വഭാവം അങ്ങനെയാ. അദ്ദേഹം ഈ ഒരു വിവരം കേട്ടപ്പോ, റോം ജയിക്കുമെന്ന് കേട്ടപ്പോ, അന്നത്തെ ചരിത്രപരമായ രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. പേർഷ്യക്കാർ എങ്ങനെയൊക്കെ വിജയിച്ച് അധികാരങ്ങൾ കൈയടക്കി മുന്നേറി സിറിയയിലും ഫലസ്തീനിലും ജോർഡാനിലും എല്ലാ ഭാഗത്തും അവരിങ്ങനെ വാണുകൊണ്ടിരിക്കുന്ന, ഈജിപ്തൊക്കെ പിടിച്ചെടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ ഒരു ആയത്തിന്റെ അവതരണം നടക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ഉബയ്യ് ഇബ്നു ഖലഫ്. മുശ്രിക്കുകളുടെ വലിയ നേതാവാ. ബദറിൽ ഒക്കെ പങ്കെടുത്ത, മുശ്രിക്കുകളുടെ ഭാഗത്ത് പങ്കെടുത്ത ആളാ. എന്നിട്ട് അവിടെ മരണപ്പെടുന്നുണ്ട്. ഒരു സംസാരത്തിനിടയില് ഇങ്ങനുണ്ട്, ആ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ റളിയല്ലാഹു വാദിച്ചു. അവസാനം പന്തയത്തിലേക്ക് എത്തി. നമ്മള് പന്തയം വെക്കൂല്ലേ, പന്തയത്തിലേക്ക് എത്തി. പന്തയം വെച്ചു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു 3 കൊല്ലത്തിനിടയിൽ അങ്ങനെ റോം ജയിക്കുകയാണെങ്കിൽ 10 ഒട്ടകം അബൂബക്കർ റളിയല്ലാഹു കൊടുക്കണം, അല്ലെങ്കിൽ 10 ഒട്ടകം അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പന്തയം വെച്ചു. റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, റസൂലെ ഞാനൊരു പന്തയം വെച്ചിട്ടോ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് റോം ജയിക്കും എന്ന് പറഞ്ഞിട്ട്. അബൂബക്കറെ പോയിട്ട് ആ പന്തയത്തിന്റെ ഈ കണ്ടീഷൻസ് ഒന്ന് മാറ്റി എഴുത്. എന്താ അറിയോ? നീ പോയിട്ട് പറയേ 3 എന്നുള്ളത് 10 എന്ന് പറഞ്ഞേക്ക്. കാരണം ബില്ലു എന്ന് പറഞ്ഞാൽ 10 വരെയൊക്കെ ആകാമല്ലോ. അപ്പൊ അങ്ങനെ പറയും. രണ്ടാമത്തത്, ആ സംഖ്യ ഒട്ടകങ്ങളുടെ എണ്ണം കൂട്ടിക്കാടാ, 10 പോരാ 100 ആക്കിക്കോ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു തിരിച്ച് ഉബയ്യിന്റെ അടുക്കൽ വന്നു, കാര്യം പറഞ്ഞു. ഉബയ്യ് സമ്മതിച്ചു. പക്ഷെ ബദറിൽ ഉബയ്യ് പരാജയപ്പെട്ടു. ഉബയ്യിനെ മുറിവേറ്റു, യുദ്ധത്തിൽ അയാൾ മരിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ അഥവാ മരിച്ചാലേ നമ്മൾ പറഞ്ഞ തുക തിരിച്ചു തരണല്ലോ, ആ പന്തയം അത് പാലിക്കണല്ലോ. ആരുണ്ട്? ഇതാ എന്റെ മകൻ ജുആല് തന്നോളും, അബ്ദുറഹ്മാൻ തന്നോളും എന്ന് പറയാം. അബ്ദുറഹ്മാൻ തന്നോളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അബ്ദുറഹ്മാൻ അത് കൊണ്ടുകൊടുത്തു. റസൂലിന്റെ അടുക്കല് ആ 100 ഒട്ടകങ്ങൾ കൊണ്ടുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു 100 ഒട്ടകങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. പന്തയത്തിൽ കിട്ടിയതാ. ഒരു തരം ചൂതാട്ടാണ്, ഒരു തരം അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കറക്റ്റ് ആയിട്ട് മറുപടി കൊടുത്തു, തസദ്ദഖൂ, അത് നിങ്ങൾ കൊണ്ടുപോയി ധർമ്മം ചെയ്തേക്കൂ അബൂബക്കറെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ കാര്യം കൊണ്ടുപോയി ധർമ്മം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ആയത്തിന്റെ ബാക്കി ഭാഗം ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ്. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ്. അല്ലാഹുവിനാണ് കാര്യം, മിൻ ഖബ്ലു മുമ്പും വമിൻ ബഅദ് ശേഷവും. നേരത്തെ വിജയത്തിനും പരാജയത്തിനും മുമ്പ്, അതേപോലെ ഇപ്പൊ വിജയിച്ചതിന് ശേഷവും, റോമ വിജയിച്ചതിന് ശേഷം റോമ പരാജയപ്പെട്ട സമയത്തും, ഇവിടെ പേർഷ്യ വിജയിച്ച സന്ദർഭങ്ങളിലും പേർഷ്യ പരാജയപ്പെട്ടെടുത്തും എല്ലാ കാലഘട്ടങ്ങളിലും കാര്യം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വാഹിദത്തുൻ എന്നാണ്. വാഹിദത്തുൻ വമാ അംറുനാ ഇല്ലാ വാഹിദ കലംഹിൽ ബസർ. കണ്ണൊന്ന് പൂട്ടിത്തുറക്കുന്നത് പോലെ ഒറ്റൊന്നേ ഉള്ളൂ അള്ളാഹിന്റെ കാര്യം. ഒന്നാ എന്ന് പറഞ്ഞാല്
ഒരു നിമിഷാണ്, ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ ഭാഗം. കണ്ണെന്ന് കൂട്ടി തുറക്കാൻ ഓരോരുത്തർക്കും എത്ര സമയം എടുക്കുവോ അതേപോലെ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കുമ്പോ. പിന്നെയോ അള്ളാഹുവിന്റെ കാര്യം ഏതൊക്കെ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ടാവില്ല നിങ്ങള്? ഏതൊക്കെ കാര്യങ്ങൾ എന്ന്? എല്ലാ കാര്യവും വലില്ലാഹിൽ അംറു ജമിയ, എല്ലാ കാര്യങ്ങളുടെയും കൽപ്പനാധികാരം. നമ്മൾ നേരത്തെ കണ്ട അങ്ങനല്ലേ? കൽപ്പനാധികാരം, തീരുമാനം, അതൊക്കെ ആരുടെ കയ്യിലാണുള്ളത്? അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. എന്നാൽ നമ്മുടെ കാര്യം എന്താ? വാമ്രുഹും ഷൂറാ ബൈനഹും, വിശ്വാസികളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷൂറാ ബൈനഹും, അവർക്കിടയിൽ ഷൂറയാ, അവർക്കിടയിൽ ആലോചനയാ. ഒന്നുകൊണ്ട് അവസാനിക്കില്ല, ഒന്നുകൊണ്ടും ഫൈനലൈസ് ചെയ്യാൻ കഴിയില്ല. ആലോചിച്ചു കൊണ്ടേയിരിക്കുക, തീരുമാനിച്ചു കൊണ്ടേയിരിക്കുക, ഷൂറ ചെയ്തുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്തുക. അതാണ് നിങ്ങളുടെ കാര്യം. പക്ഷെ അള്ളാന്റെ കാര്യോ വാഹിദ, ഒന്നാണ്. അവൻ ഒറ്റക്കാ തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ എങ്ങനെ തീരുമാനം എടുക്കുന്നത്? നിങ്ങൾ ഷൂറയിലൂടെയാണ് തീരുമാനമെടുക്കേണ്ടത്, തീരുമാനമെടുക്കുന്നത് എന്ന. പിന്നെന്താ നമ്മളെ കാര്യത്തിന്റെ പ്രത്യേകത എന്നറിയോ? വയസ്സറിലെ അംരി, വയസ്സറിലെ അംരി, പഠിച്ചോനെ ഭാരപ്പെട്ടൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ. ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ, ത്വാഖത്തില്ലാത്തൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ, ത്വാഖത്തില്ലാത്തൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ. വയസ്സർലി അംരി, എന്റെ കാര്യമൊക്കെ എളുപ്പാക്കിക്കൊണ്ടാ. സഹിൽ ഉമൂറന എന്ന് നമ്മൾ പറയാം. സഹിൽ ഉമൂറന, അള്ളാഹുവേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സഹീലാക്കണേ എന്ന് പറയല്ലേ. അതാ ഖുർആൻ പറഞ്ഞത്. വമയ്യത്തഖില്ലാഹ, പിന്നെയോ നമുക്കോ യജ്അൽ ലഹു മഖ്റജാ വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ എന്നുണ്ട്. ആരെങ്കിലും പഠിച്ചോനെ സൂക്ഷിച്ചാൽ അള്ളാഹു അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കുന്നു. അപ്പൊ രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്ന് അള്ളാന്റെ കാര്യം, ഒന്ന് നമ്മളെ കാര്യം. നമ്മളെ കാര്യത്തിന്റെ പ്രത്യേകതയാ പറഞ്ഞത്. നമ്മളെ കാര്യത്തിന്റെ പ്രത്യേകിച്ച് ഷൂറ വേണം, പഠിച്ചവനോട് എളുപ്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി തഖ്വയോടുകൂടി മുത്തക്കിയായിട്ട് ജീവിച്ചാല് ഓരോന്നിന് ശേഷം യുസ്ർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇന്നമ അൽ ഉസ്രി യുസ്ര എന്നല്ലേ, യുസ്ർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടാകുക. ഓക്കെ, ബാക്കി ആയത്തിന്റെ ബാക്കി. വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂന ബിനസ്രില്ലാഹ്, വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂന ബിനസ്രില്ലാഹ്, അന്ന് മുഅ്മിനുകൾ ഫറഹിലായിരിക്കും. മുഅ്മിനൂന ആയത്താണ് കഴിഞ്ഞിട്ടുണ്ട്, ബിനസ്രില്ല എന്നുള്ള അടുത്ത ആയത്തിലാണ്. പക്ഷെ ആ നസ്രില്ല കഴിഞ്ഞിട്ടാണ് അവിടെ അവസാനിക്കുന്നതായിട്ടുള്ള ചിഹ്നം കാണിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടിയത് കൊണ്ട് വിശ്വാസികൾ സന്തുഷ്ടരാകും അന്നത്തെ ദിവസം എന്ന. അന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ലേ, 622 ആ ഒരു കാലഘട്ടം എന്ന് 624 എന്ന് പറയുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നു. 624 ബദറിൽ ഏറ്റുമുട്ടേണ്ടി വരുന്നു. ബദറിൽ ഒരു വലിയ സന്തോഷം ഏറ്റുവാങ്ങുകയാണ്, വിജയം ഏറ്റുവാങ്ങുകയാണ്. മുശ്രിക്കുകൾ പരാജയം ഏറ്റുവാങ്ങുകയാണ്, ദുഃഖത്തിന്റെ കയ്പ് നീർ അനുഭവിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് അവിടെ എന്ത് നടക്കുന്നത്? പേർഷ്യക്കാർ, മജൂസികൾ, മുശ്രിക്കുകളോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന, ബാന്ധവമുണ്ടായിരുന്ന ആളുകൾ റോമക്കാരുടെ കൈകളാൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. വയോമൈദിൻ, അന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് ആ ദിവസമാണ് യഫ്റഹുൽ മുഅ്മിനൂൻ, അള്ളാഹുവിന്റെ വിശ്വാസികളായ ആളുകൾ സഹായിക്കും. അപ്പൊ കണക്ഷൻ കണ്ടോ? വിശ്വാസികൾ സന്തോഷിക്കുന്ന ആ ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ട കണക്ഷൻ കണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ഇടയ്ക്ക് പോകല്ലേ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അടുക്കളയിൽ പോകല്ലേ എന്ന് പറഞ്ഞതിനുള്ള കാരണം ഈ കണക്ഷൻ വിട്ടുപോകും. അല്ലെങ്കിൽ ആ ചെയിന് വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലായിരിക്കും. ഓക്കെ, ബിനസ്രില്ലാ, അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ്. യഫ്റഹുൽ മുഅ്മിനൂന ബിനസ്രില്ലാ, ഫറഹ് നസ്ർ. ഫറഹ് എന്തുകൊണ്ടാണ്? സന്തോഷം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നസ്ർ കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ നസ്ർ പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭ്യമാകണം. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഫറഹ് എന്നുള്ളതിന് അസ്റൂർ, ഇൻഷിറാഹു സുദൂർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സന്തോഷം, ഹൃദയത്തിന്റെ വിശാലത ഒക്കെയാണ് ഇതിന്റെ ഫറഹ് കൊണ്ടുള്ള ആഹ്ലാദം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൽ അഫ്രാഹ്. ഇവിടെ കല്യാണത്തിനൊക്കെ പറയാ, അറബികൾ പറയാ അൽ അഫ്രാഹ് എന്നാണ്. പക്ഷെ വേറൊരു ഫറഹ് ഉണ്ട് കേട്ടോ. അത് പാടില്ല എന്ന് പറഞ്ഞ ഫർഹ ഖുർആൻ അധികവും കാണുന്നു. അതുകൊണ്ടാ ഇത് ഖാല ലഹു ഖൗമുഹു, വല്ലാതെ അഹങ്കാരം നടിച്ചിരുന്ന ആളോട് ആ നാട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞു, ലാ തഫ്റഹ്,
നീ തഫ്രഹ്, നീ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഹ്ലാദിച്ച് നടക്കല്ലേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അങ്ങനെ ആഹ്ലാദിച്ച് നടക്കുന്ന ആളുകളെ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും നമ്മള് പഠിച്ച ചരിത്രം എന്ന് പറയുന്നത് ക്രിസ്താബ്ദം 624 ബദർ യുദ്ധം നടന്ന് അതേ വർഷം തന്നെ റോമാ സീസർ പിന്നെ സൗരാഷ്ട്രരുടെ ജന്മസ്ഥലം നശിപ്പിച്ചു, അഥവാ പേർഷ്യക്കാരുടെ ജന്മസ്ഥലം നശിപ്പിച്ചു. ഏറ്റവും വലിയ അഗ്നികുണ്ഡം വന്നവർ കത്തിച്ചു കളഞ്ഞവർക്ക് ഒരു വിജയം നേടാൻ സാധിച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. ആ ചരിത്രത്തെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. വയോമൈദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ ഭാഗത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇനി ഈ ചരിത്രം തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ഒന്നുകൂടെ ഇവരെ പരാജയപ്പെടുത്താൻ പറ്റാവുന്ന തരത്തിലേക്ക് പോകുന്ന ഒത്ത യുദ്ധത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗം കടന്നു വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അലാബിന് സുബൈർ അൽ കിലാബി പറയുന്ന ഒരു വാക്കുണ്ട്, റഗൈത്തു ഗലബത്ത ഫാരിസ റൂം, പേർഷ്യക്കാർ റോമിനെ പരാജയപ്പെടുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. സുമ്മ റഅയ്തു ഗലബത്ത റൂം ഫാരിസ്, പേർഷ്യക്കാരെ റോമുകാർ പരാജയപ്പെടുത്തുന്ന കാഴ്ച ഞാൻ കണ്ടു. സുമ്മ റഅയ്തു ഗലബത്തൽ മുസ്ലിമീന ഫാരിസ് വർ റോം, പിന്നീട് മുസ്ലിങ്ങൾ ഫാരിസിനെയും റോമിനെയും പേർഷ്യക്കാരെയും റോമിനെയും ഒക്കെ പരാജയപ്പെടുത്തുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലു ദാലിക ഫി 15 സന, 15 കൊല്ലങ്ങൾക്കിടയിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പൊ 10 കൊല്ലത്തെ സംഭവം നമ്മൾ പറഞ്ഞു ഏകദേശം. നമുക്ക് അങ്ങോട്ടുള്ള ഒരു 5 കൊല്ലത്തെ സംഭവങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താനുള്ളവയും പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളവയും ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ ഇവിടെ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ശരിയാം വിധത്തിൽ പൂർത്തീകരിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി എല്ലാ വിധത്തിലും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും എല്ലാവിധ നന്മകളും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ തോട്ടത്തിൽ റഷീദ് കാക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതേപോലെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവരും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ട്, ഒരുപാട് അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിവാഹങ്ങൾക്ക് വേണ്ടി വിവാഹ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെ സ്വാലിഹായ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ട് അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവെ ഖുർആൻ പഠനം നീ സ്വീകരിക്കുമാറാകണേ. ഇത് കേട്ടതും പറഞ്ഞതും അറിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം തന്നെ നന്മയായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണേ. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ചവന്റെ പിഴവുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവനെ എന്ന തരത്തിൽ നീ പുറത്തു തരികയും പടച്ചവനെ എല്ലാവർക്കും ഏറ്റവും നല്ലതായ വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ത്വാഖത്ത് നൽകുകയും ചെയ്യുമാറാകണേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.